കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ നമ്മൾ നേരെ പെരിന്തൽമണ്ണയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അതാ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തരുന്നത് ഫുഡ് സ്പോട്ടാണ് കേട്ടോ. അതായത് നമ്മൾ അവിടുന്ന് ഫുഡൊന്നും കഴിക്കാതെയാണല്ലോ ഇറങ്ങിയത്. എവിടേക്ക് പോവുകയാണെങ്കിലും ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ തരുന്നത് വെറുംചോറും അതുപോലെ തന്നെ കുറേ കൂട്ടാനും കിട്ടുന്ന വല്ല റെസ്റ്റോറൻറ്റോ അതുപോലെ തന്നെ ഹോട്ടലൊക്കെ ഉണ്ടോ അതൊക്കെയാണ് ഞാൻ തപ്പിത്തരയാറ് കേട്ടോ. സച്ചു ആദ്യം കുഞ്ഞാക്കിയാണെങ്കിലോ അല്ലെങ്കിൽ മന്തി അല്ലെങ്കിൽ മധുഹൂത്ത് ഈ വക ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. എനിക്കതിനോട് വലിയൊരു താല്പര്യമില്ല. വെറുംചോറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. മറ്റേതൊന്നും തീരെ ഇഷ്ടമില്ലായൊന്നുമില്ല. പക്ഷെ വയറ് നിറഞ്ഞു എന്ന് തോന്നണമെങ്കിൽ നമ്മൾ ആ ഒരു വെറുംചോറും അതുപോലെ തന്നെ നമ്മുടെ മോരുകറിയും അങ്ങനെയൊക്കെ കഴിക്കണം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. ചിലയിടത്താണെങ്കിൽ പാർക്കിംഗ് ഇല്ല, ചിലയിടത്താണെങ്കിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഉച്ചൻ്റെ ഒരു ടൈമാണല്ലോ. അങ്ങനെ അതാ കുറേ തപ്പിത്തെറിഞ്ഞ് നമ്മുടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ വേഗം കൈ കഴുകിയിരിക്കട്ടെ. അതായത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. സച്ചുക്കും വാദിക്കണമെങ്കിൽ കുറേ നേരമായി വിശക്കാൻ തുടത്തിയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് അറിഞ്ഞതുകൊണ്ട് കുറച്ചും കൊണ്ട് ക്ഷമിച്ചതാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ 4 പേരുടെ അഭിപ്രായമൊക്കെ ആറ്റിക്കുറുക്കി നമ്മൾ മധുഹൂത്ത് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ബീഫ് മധുഹൂത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു സംഭവമാണ്. അപ്പോൾ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. മസാല കുറച്ച് കൂടുതലുണ്ടായിരുന്നു, നല്ല കളറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരുന്നു. പക്ഷെ എനിക്ക് നമ്മുടെ മണ്ണാർക്കാടുള്ള കസാമൂല് ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറച്ച് മസാല കൂടുതലുണ്ടായിരുന്നു. എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഫുഡ് മുന്നിലേക്ക് വരുമ്പോഴേ ഫാദിക്കുട്ടിക്കും സച്ചു കൊണ്ട് മുഖത്തൊരു ചിരി വരാൻ അത് നിങ്ങൾക്ക് കാണണം. അപ്പോൾ അവരൊന്ന് കളിപ്പിക്കാനും ഒന്ന് ദേഷ്യം വരാനും വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയും ഒന്നും വാങ്ങുന്നൊന്നുമില്ല, ഇതൊന്നും വാങ്ങുന്നൊന്നുമില്ല, വെറുംചോറ് കഴിക്കാന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവരുടെ മുഖത്തിന് വേറൊരു ഭാവമായിരിക്കും. പക്ഷെ ഫുഡ് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാലോ നല്ല അടിപൊളി ചിരിയായിരിക്കും കേട്ടോ. അതിലുള്ള ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മൂത്തും നല്ല സോഫ്റ്റും ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. കാരണം ഇനി കൂടുതൽ ടൈമൊന്നും നിൽക്കാനൊന്നുമില്ല. കാരണം ഇനി നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതായത് 2 മണിക്ക് നമുക്ക് അവിടെ എത്തണം. ചില ടൈമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കുറേ ടൈം ഇരിക്കേണ്ടി വരും. ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ സംഭവിച്ചത്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഈ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളങ്ങനെ നോക്കുക ചിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ടൈമൊന്നും പോയതറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ സച്ചുവിനെ കാണിച്ചു, ചെവിയൊക്കെ കാണിച്ചു, ചെറുതായിട്ട് പഴുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നെസ്റ്റോയിലോട്ടാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണയിലോട്ട് പോയി കഴിഞ്ഞാൽ നെസ്റ്റോയിൽ പോകാതെ എന്തായാലും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ അത് പറഞ്ഞത് കേട്ടല്ലേ പറ്റുള്ളൂ. അവർക്ക് മാത്രമൊന്നല്ല കേട്ടോ, അവിടെ പോകുന്നത് എനിക്ക് നല്ലപോലെ ഇഷ്ടമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മാത്രമല്ല കുറേ വെറൈറ്റി ഫുഡും കഴിക്കാമല്ലോ. അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അവർ പറയുമ്പോൾ നമ്മൾ തടസ്സം പറയാത്തത്. അതായത് കുഞ്ഞാക്കാക്കും എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഒരുപോലെ തന്നെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നെസ്റ്റോയിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കൂടെ തന്നെ കമൻറ്റും മറക്കണ്ട കേട്ടോ.